അവൻ എന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുന്നോ അന്ന് തൊന്തയും മകനെ ഒരുമിച്ച് സുശീല ഇവിടെ നിറക്കി വിട്ടിരിക്കും. നിക്കടിയോടെ ഇത്രയും കാലം എന്റെ മകന്റെ തണലിൽ ജീവിച്ചിട്ട് എന്നെപ്പോലെ അവനെ നീ തള്ളിക്കളയാൻ നോക്കിയാ പിന്നെ നീ ഭൂമിയിൽ ജീവനോടെ ഇരിക്കില്ല. ഈ ശേഖരനെ ഇനി മുന്നും പിന്നും നോക്കാനൊന്നുമില്ല. എന്റെ മക്കൾക്ക് സ്വൈരമായി ജീവിക്കാൻ നീ ഒരു തടസ്സമാണെന്ന് ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ സമാധാനത്തിന് വേണ്ടി നിന്നെ അങ്ങ് അവസാനിപ്പിക്കാനും ഈ ശേഖരൻ ചിലപ്പോൾ മടിച്ചൊന്നും വരില്ല. അതിന് താൻ ഒന്നുകൂടി ജനിച്ചിട്ട് വരണം ശേഖര. താൻ എന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കും മുമ്പ് തന്നെ ഞാൻ തീർക്കൂടോ. തീർത്തിരിക്കും ഈ സുശീല. എന്താ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഉറക്കത്തിൽ പിച്ചിമ്പയും പറഞ്ഞു പോയി. ഓ, അപ്പൊ സ്വപ്നത്തിലായിരുന്നോ? വിളിച്ചിട്ട് എഴുന്നേൽക്കാതായപ്പോ ഞാൻ വിചാരിച്ചു ചത്തുപോയി കാണുന്നു. അല്ല, ഉറക്കത്തിൽ എന്നെ കുറിച്ച് എന്തോ തെറി പറഞ്ഞല്ലോ. തന്റെ ഭാഗ്യത്തിന് ഞാനൊന്നും കേട്ടില്ല. അയ്യോ, ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ എന്റെ തോന്നലായിരുന്നു. ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നം. കാവൽപ്പട്ടികളെ ഉറങ്ങാൻ പാടില്ലെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ. ഒരു ഉപകാരം ഇല്ലാത്ത ഇങ്ങനെ ഒരു ജന്തു ഈ വീട്ടിൽ ആവശ്യമില്ലെന്ന്. എന്തു വേണോ പറയട്ടെ, ഞാൻ മദ്യപിച്ച കാര്യം അറിയാതിരുന്നാ മതിയായിരുന്നു. ആ, എന്തോ മിണ്ടാതിരിക്കുന്നെന്ന് വായിലെന്താ നാക്കിറങ്ങിപ്പോയോ? ഒരബദ്ധം പറ്റിപ്പോയി. അധിക സമയമൊന്നും ആയില്ല. ഇത്രയും സമയം ആ വിനയൻ ഇവിടെ ഉണ്ടായിരുന്നു. വിനയനോ? അവനെന്തിനാ ഇവിടെ വന്നേ? അമ്മ എന്തൊക്കെയോ ഓഫറുകൾ നൽകിയിട്ടില്ലേ, അതിനെ കുറിച്ച് ചോദിക്കാനോ? അമ്മയെ ചാവിങ്ങി എന്നേ, വീട് ഞാൻ തുറന്നോളാം. ആ പേഴ്സിനകത്ത് ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പോകും. അതെ, അവനെന്താ ഇവിടെ ഒന്ന് പറഞ്ഞേ? സുശീലാന്റെ ഒന്ന് നേൽക്കണമെന്നാണെന്ന് പറഞ്ഞു. ഉടൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കുറെ നേരം കാത്തിരുന്നിട്ടാ പോയത്. അല്ല, എന്നെ കുറിച്ച് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ? എന്തെങ്കിലും ഒരു കുറ്റം പറയാതിരിക്കില്ലല്ലോ അവൻ? ഇല്ല, കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ല. അവനെപ്പോഴും എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് സുശീലയിൽ നിന്ന്. ആ, അതെ. അയ്യോ, വിശ്രമിച്ചതും മതി. ആ അലക്കുകല്ലിനോട് ചേർന്നുള്ള ഊജാലേ ഒന്ന് വൃത്തിയാക്കണം. വേഗം തുടങ്ങിക്കോ, ഞാനങ്ങോട്ട് വരാം. ആ, വേഗം ആയിക്കോട്ടെ. ദൈവമേ, വേറെ സംശയമൊന്നും തോന്നിയില്ലല്ലോ. ഭാഗ്യം. അമ്മ, കഴിഞ്ഞ ദിവസം പോയപ്പോ അമ്മ ബിരിയാണി വാങ്ങി തന്നോണ്ട് വന്ന ഉടനെ വിശ്രമിക്കാൻ പറ്റി. ഇന്ന് വല്ലതും കഴിക്കണമെങ്കിൽ വെച്ചുണ്ടാക്കിയിട്ട് വേണം. ദിവസവും ബിരിയാണി കഴിക്കാൻ എന്റെ എവിടെ നടി കാശ്? നീ പോയി ചോറുണ്ടാക്കുന്നൊക്കെ ഞാനും കൂടി സഹായിക്കാം. ചെല്ല്. ഇന്ന് നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോഴും അയാള് ഭക്ഷണം ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞതായിരുന്നില്ലേ?
അമ്മ അതിന് സമ്മതിച്ചിരുന്നെങ്കിൽ കൈ കഴുകിയിട്ട് വന്ന് കഴിച്ചാൽ മതിയായിരുന്നു. എടി, നിനക്ക് നിന്റെ സുഖവും സൗകര്യം മാത്രമേ ഉള്ളോ? എനിക്കത് പോരാ. ഈ കുടുംബത്തിന് അന്തസ്സോടി നോക്കണം. അമ്മേ, അയാളെ കൊണ്ട് വിഴുപ്പലക്കിക്കുന്നതും വേസ്റ്റ് എടുപ്പിക്കുന്നതും മാത്രം അമ്മയ്ക്ക് അന്തസ്. അതൊക്കെ ഞാൻ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതേ ദേ എങ്ങനെയെങ്കിലും ആ മാറിനെ ഇവിടുന്ന് ഒഴിഞ്ഞു പോവാനാ.